പണ്ട് പണ്ട് അത്യാഗ്രഹിയായ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. പ്രായമായപ്പോ കാട്ടിലെ നിധി സ്വന്തമാക്കാൻ മന്ത്രവാദിക്കൊരു മോഹം. സാർ, എന്തായി രാഘവ? ഇന്ന് പൊക്കിയിരിക്കും സാർ. എന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പുറത്തറിയരുത്, അറിയാലോ? സാറിന്റെ ഇൻവോൾവ്മെന്റ് പുറത്തറിയില്ല സാർ, അതുറപ്പാ. നിധി കൈക്കലാക്കിയ രണ്ടുണ്ട് ഗുണം. നിധിക്ക് കാവലായി ഒരു ചാത്തൻ കാട്ടിലുണ്ട്. ചാത്തനെ അടിമയാക്കിയാൽ ഇനിയുള്ള കാലം മന്ത്രവാദിക്ക് രാജാവിനെ പോലെ കഴിയാം. ഞാൻ ഇറങ്ങുവാണേ. അപ്പൂപ്പാ, മോളെ ഇതും കൂടെ കഴിച്ചിട്ട് പോ. മോളെ, നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? അമ്മാമ്മ എനിക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. അപ്പൂപ്പൻ ഇനി എപ്പോഴും എനിക്ക് കഥ പറഞ്ഞു തരുന്നേ? മോൾക്ക് ഏത് കഥയാ കേൾക്കേണ്ടത്? കള്ളന്റെയും പോലീസിന്റെയും കഥ മതിയോ? അപ്പൂപ്പൻ പിടിച്ച കള്ളന്റെ കഥയാണോ? കുറുമ്പി. അച്ഛാ, അത് പറഞ്ഞപ്പോഴാ അമ്പലത്തിലെ വിഗ്രഹം കൊണ്ടുപോയനെ കിട്ടിയോ? കിട്ടും. എന്തായി? ഓൺ ദ വേ ആണ് സാർ, എത്തിയിട്ടില്ല. എടോ, എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. സാധനം കൈ കിട്ടിയാ പിന്നെ ഒരു തെളിവും ബാക്കി ഉണ്ടാവരുത്, അതറിയാലോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. സാർ ധൈര്യമായിട്ടിരിക്കേ. ഹലോ. ആടാ ഷാജി, ഇത് ഞാനാടാ. ആ, പറ സാറേ. ഞാൻ വന്നോണ്ടിരിക്കുക. നീ എവിടെയാ? സാറേ, ഞാൻ കരിമ്പിപ്പാറ റിസർവ് ഫോറസ്റ്റിന്റെ വഴിയിലുണ്ട്. സാർ എത്താറായോ? ഞാൻ എത്തിയിട്ട് വിളിക്കാം. നീ അവിടെ തന്നെ കാണണം. ഞാൻ ഇവിടെ തന്നെ കാണും സാറേ. അമ്മാമ്മ, കഥ പറഞ്ഞു തരാമോ? അങ്ങനെ ചാത്തനെ അടിമയാക്കി നിധി കൈക്കലാക്കാൻ മന്ത്രവാദി കാട്ടിലേക്ക് പോയി. കാട്ടിലൂടെ കുറേ ദൂരം ചെന്നപ്പോ വഴിയിലൊരു പൂച്ച. സാറേ, സാറേ, സാധനം എവിടെ ഷാജി? അതങ്ങ് കാട്ടില്ല സാറേ, കുറെ നടക്കാനുണ്ട്. വണ്ടി പോവില്ല. സാർ വാ. മന്ത്രവാദിയെ കണ്ട് അടുത്തു വന്ന പൂച്ച കാലിലൊരുമാനും സ്നേഹം കാണിക്കാനും തുടങ്ങി. എന്നിട്ട് കാട്ടിലേക്ക് ഓടിക്കേറി. ഇത് കണ്ട് രസം കേറിയ മന്ത്രവാദി പൂച്ചയുടെ പുറകേ പോയി. വഴിയറിയാത്ത കാട്ടിലൂടെയാ മന്ത്രവാദിയുടെ പോക്ക്. മുന്നേ പോകുന്ന പൂച്ച ചാത്തനാണെന്ന് മന്ത്രവാദിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല.
മന്ത്രവാദിക്ക് നിധി കിട്ടിയോ അമ്മൂമ്മേ? സാറേ ദേ അവിടെ സാധനം ഇരിക്കുന്നത്. ആ വെളിച്ചം കാണുന്ന അവിടെ നിന്ന് തെക്കോട്ട് 4 അടി നടന്ന ഒരു മരപ്പത്തുണ്ട്, അതിനകത്താ. ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോകാൻ പറ്റൂല, കുറച്ചൊന്ന് ചുറ്റി ഇറങ്ങണം. ഉള്ളത് പറയാലോ സാറേ, ഇതിനു വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെട്ടതാ. അതിനുള്ളത് എനിക്ക് കിട്ടണം. അല്ല, സാർ അറേഞ്ച് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയേണ്ടത് പറയണമല്ലോ. സാറേ ഇങ്ങോട്ട് വാ സാറേ. സാറേ ഇങ്ങോട്ട് വാ സാറേ. ഇങ്ങോട്ട് വാ സാറേ. സാറേ ഇങ്ങോട്ട് വാ. എന്നിട്ട് എന്തുണ്ടായി അമ്മൂമ്മേ? വഴി അറിയാത്ത കാട്ടിൽ മന്ത്രവാദി ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുക.